ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മെഹബൂബ മുഫ്തി, മനോഹർലാൽ ഖട്ടർ, കനയ്യകുമാർ തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, ആറാം ഘട്ടത്തിലേക്ക് അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും വോട്ടെടുപ്പ്? എൽദോ, അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതായത് ഇനി അവശേഷിക്കുന്ന 115 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാത്രം. അതിൽ 58 മണ്ഡലങ്ങളിൽ നിന്നിപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൽദോ സൂചിപ്പിച്ച് ആണെങ്കിൽ ഇന്ന് 58 മണ്ഡലങ്ങൾ, അത് 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ്. UP-യിലെ 14 സീറ്റ്, ഹരിയാനയിൽ 10, ബീഹാറിലും പശ്ചിമ ബംഗാളിലും 8 വീതം സീറ്റുകൾ, ഡൽഹിയിൽ 7, ജമ്മു കശ്മീരിലെ 1 സീറ്റ്, ഒഡീഷയിൽ 6, ജാർഖണ്ഡിൽ 4. ഇങ്ങനെ 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ഡൽഹിയിൽ തന്നെയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഡൽഹിയാണ്. മറ്റിടങ്ങളിൽ സഖ്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ തകർത്തെറിഞ്ഞുകൊണ്ട് വന്ന ആം ആദ്മി പാർട്ടിയുമായി കൈകൊടുത്തുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുന്ന പ്രത്യേകതയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP 7 വീതം സീറ്റുകൾ നേടിയ സ്ഥലമാണ് ഡൽഹി. അതാണ് പ്രധാനമായും ഈ 2 പാർട്ടികളെ സഖ്യത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഭൂരിഭാഗം സീറ്റുകളിലും BJPക്ക് പിന്നിൽ 2ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് 4 സീറ്റ് വേണമെന്ന ആം ആദ്മി പാർട്ടി ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുകയായിരുന്നു. അങ്ങനെ ഏതായാലും ശക്തമായ മത്സരം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഈ സഖ്യം താഴെ തലത്തിൽ, നേതാക്കൾക്കിടയിലുള്ളൊരു ഐക്യം താഴെ തലത്തിൽ വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. കാരണം ഇപ്പോൾ പല നേതാക്കളും വോട്ട് ചെയ്ത് നോക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ 11 മണിക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം ചാന്ദിനി ചൗക്കിലെ സിവിൽ ലൈൻസിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്കല്ല, അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. കൗതുകം കൂടിയുണ്ട്. അങ്ങനെ നേതാക്കൾ തമ്മിലുള്ള ഐക്യം താഴെ തട്ടിൽ പ്രതിഫലിച്ചാൽ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ ഏതായാലും നേതാക്കൾക്കുണ്ട്. ഹരിയാനയിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ BJP 10-ൽ 10 സീറ്റും വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ പല വിഷയങ്ങളുണ്ട്, കർഷക സമരം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കൾ സജീവമായി അവിടെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം റാലികളിലൊക്കെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഏതായാലും കോൺഗ്രസിന്, ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഒപ്പം UP ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്ന സംസ്ഥാനമാണ്. UP-യിലെ പ്രകടനം തന്നെയായിരിക്കും BJP ആയാലും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമായാലും അത് ആര് നേടുമെന്ന് വിലയിരുത്തുക. കാരണം ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന മൊത്തം 58 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ 45-ലും വിജയിച്ചത് കഴിഞ്ഞ തവണ NDA ആയിരുന്നു. BJP മാത്രം 40 സീറ്റുകൾ വിജയിച്ചു. കോൺഗ്രസിന് 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്കെടുക്കുമ്പോൾ മാറ്റം, അതായത് 400 സീറ്റുകൾ എന്നൊരു അവകാശവാദം BJP ഉന്നയിക്കുമ്പോൾ അതിനേക്ക് എത്തണമെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം നടത്തണം. അതല്ല, BJP അധികാരത്തിൽ വരില്ല എന്ന് ഇന്ത്യ സഖ്യം ആവർത്തിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു വലിയ മുന്നേറ്റം ഈ മേഖലകളിൽ നടത്തിയേ മതിയാകൂ. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഒപ്പം തന്നെ ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവരൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് അല്പം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ഇന്ന് 11 മണിക്കാണ് വോട്ട് രേഖപ്പെടുത്തുക. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവരും ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തും. എന്നാലും ER രാഗേഷാണ് വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ജയിൽവാസം, അതിനുശേഷമുള്ള പുറത്തിറങ്ങൽ, ഇതിന്റെയൊക്കെ പശ്ചാത്തലം കൂടി ഉണ്ട് ഡൽഹിയിൽ നിന്ന് വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രാഗേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കും വരും ബുള്ളറ്റിനുകളിലും.